ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നടന്ന കൂലി വർക്കർ എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13-നാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം പഞ്ചാബിലെ അമൃത്സറിലാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെ. പ്ലാസി യുദ്ധം നടന്നത് 1757-ലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ലാഹോർ. ഈ സമ്മേളനം നടന്നത് 1929-ലാണ്. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി കഴ്സൺ പ്രഭു 1905-ലാണ്. ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ഹാർഡിഞ്ച് രണ്ടാമനാണ് 1911-ൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡൻ്റായ വർഷം 1925-ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റായ വനിത ആനി ബെസൻ്റാണ് 1917-ൽ. സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ വനിതാ പ്രസിഡൻറ്റുമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വനിതാ പ്രസിഡൻറ്റുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭേദഗതി. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ സാധാരണയായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് 42-ാം ഭേദഗതിയാണോ 44-ാം ഭേദഗതിയാണോ എന്ന്. ഞാൻ ഇതിന് കണ്ടുപിടിച്ചിരിക്കുന്ന ക്ലൂ എന്ന് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുന്ന ഭേദഗതി 42-ഉം കൂടുതൽ കാര്യങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നത് 44-ാം ഭേദഗതിയിലുമാണ്. അതുകൊണ്ട് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് 44-ാം ഭേദഗതിയാണെന്ന് അങ്ങനെ ഓർത്ത് വയ്ക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ക്ലൂ ഉണ്ടെങ്കിൽ അതിട്ട് ഓർത്താലും മതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? അമേരിക്ക. ഇത് ഞാൻ ഓർക്കുന്നൊരു ക്ലൂ എന്ന് പറഞ്ഞാൽ മൗലിക അവകാശങ്ങളിലെ ആയും അമേരിക്കയിലെ ആയും വെച്ചിട്ടാണ്. മൗലിക കടമകളെക്കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976-ൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര്? രാഷ്ട്രപതി. 1947-ൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? തൃശ്ശൂരിൽ. ഈ കൺവെൻഷൻ്റെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. 1817-ൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ഗൗരി പാർവതി ബായി. ഇതെനിക്ക് ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഞാനിത് ഓർക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിലെ പായും ഗൗരി പാർവതിയിലെ പായും വെച്ചിട്ടാണ്. G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 1998-ലാണ് G20 രൂപീകരിക്കപ്പെട്ടത്. G20 രൂപീകരിച്ചത് 1999-ലാണ്. G20യുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂർ.
ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ജില്ലയാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? പോറ്റി ശ്രീരാമലു. ഉൾപ്പെടുന്നവരാണ് ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇത് ഓർക്കാനായിട്ടുള്ള എൻ്റെ ക്ലൂ എന്ന് പറയുന്നത് ജപ്പാനും ജർമ്മനിയും ജായിലാണ് തുടങ്ങുന്നത്. ഇറ്റലി എന്ന് പറയുന്നത് ജായോട് നല്ലതുപോലെ സാമ്യമുള്ള ഒരു അക്ഷരമാണ് ഇ. അപ്പം ജപ്പാൻ, ജർമ്മനി, ഇറ്റലി അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ഫ്ലോ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇത് ഓർക്കുന്നത്. ജപ്പാൻ, ജർമ്മനി, ഇറ്റലി അത് പറയുമ്പോൾ ഒരു ഫ്ലോ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടും ജായിലാണ് തുടങ്ങുന്നത്. ഇ എന്ന് പറയുന്നത് ജായോട് നല്ല സിമിലാരിറ്റി ഉള്ള ഒരു അക്ഷരമാണ് ഇ. അപ്പോൾ അച്ചുതണ്ട് ശക്തികൾ എന്ന് ചോദിച്ചാൽ ജപ്പാൻ, ജർമ്മനി, ഇറ്റലി. ഏത് രാജ്യത്തു നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിൻ്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? APJ അബ്ദുൽ കലാം. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത? ജിലൂമോൾ മാരിയറ്റ് തോമസ്. ഇതൊരു മലയാളി ആണ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏതു രാജ്യത്തെ ടീമിനെയാണ്? ശ്രീലങ്ക. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? 7ാം സ്ഥാനം. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? സജി ചെറിയാൻ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിൻ്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിൻ്റെ പേര്? മുത്തങ്ങ വന്യജീവി സങ്കേതം. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? ചൈന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം? ഉത്തര മഹാസമതലം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട. ശുദ്ധജലത്തിലെ ഷായും ശാസ്താംകോട്ടയിലെ ഷായും വെച്ചിട്ട് ഇത് ഓർക്കുക. കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? 9. കടൽത്തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം 5 ആണ്. കടൽത്തീരം ഇല്ലാത്ത 5 ജില്ലകളാണ് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, പാലക്കാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പമ്പാ നദിയിൽ. ശബരിമല പമ്പാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, വടക്കേ അറ്റം ഇന്ദിരാ കോള്, കിഴക്കേ അറ്റം കിബുത്തു, പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോർത്തി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഇടുക്കി. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? പുന്നമട കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? AJ ദേശായി. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ്? സൈലന്റ് വാലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. മേഘങ്ങളുടെ രൂപീകരണത്തിന് ശേഷമല്ലേ മഴയുണ്ടാകുന്നത്? മഴയും മേഘവും റിലേറ്റഡ് ആണല്ലോ. അപ്പം അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. മഴയും മേഘവും തമ്മിൽ റിലേറ്റഡ് ആണ്. ഇതിങ്ങനെ ഓർത്തു വയ്ക്കുക. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏതു വർഷം? 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്?
ജഗദീപ് ധൻഖർ, ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ചാന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഓർബിറ്റർ. ചാന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO വിക്ഷേപിച്ചവയാണ് ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. താഴെ പറയുന്നവയിൽ അമൃത ഷെർഗിലിൻ്റെ ചിത്രം ഏത്? ഗ്രാമീണ ജീവിതം. ഭാരതമാത വരച്ചിരിക്കുന്നത് അബനീന്ദ്രനാഥ ടാഗോറാണ്. ഗ്രാമീണ ചെണ്ടക്കാരനും സതിയും നന്ദലാൽ ബോസിൻ്റെ ചിത്രങ്ങളാണ്. ഇതെല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ? ഇത് ഓർത്ത് വയ്ക്കാനൊരു ക്ലൂ, ഞാൻ ഓർക്കുന്നൊരു ക്ലൂ പറഞ്ഞുതരാം. ഭാരതമാത അബനീന്ദ്രനാഥ ടാഗോറിൻ്റെ ആണെന്ന് അങ്ങ് പഠിച്ചു വയ്ക്കുക. പിന്നെ ഉള്ളത് 3 ഗ്രാമീണ ചെണ്ടക്കാരൻ, സതി, ഗ്രാമീണ ജീവിതം. ഗ്രാമീണ ജീവിതം എന്ന് പറയുമ്പം നമ്മൾ കൂടുതലും കാണുന്ന ഈ സ്റ്റോറീസും പിക്ചേഴ്സും ഒക്കെ ഗ്രാമീണ ജീവിതം എന്ന് പറയുമ്പോൾ ലേഡീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗ്രാമീണ ജീവിതം എന്ന് പറയുമ്പോൾ അത് അമൃത ഷെർഗിലിൻ്റെ ചിത്രമാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ, ചെണ്ടക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു ആണിനെയാണല്ലോ ചെണ്ടക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വരച്ചിരിക്കുന്നത് നന്ദലാൽ ബോസ്. പിന്നെ സതി, അതും നന്ദലാൽ ബോസിൻ്റെ ചിത്രമാണ്. ഇത് ഞാൻ എപ്പോഴും മറന്നു പോകുന്നൊരു പിക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഓർത്തിരിക്കുന്നത് സായിയുടെ പകുതി അങ്ങ് വെട്ടിയ നായാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സതി നന്ദലാൽ ബോസ് ആക്കി. അങ്ങനെയാണ് ഞാനിത് ഓർത്ത് വയ്ക്കുന്നത്. ചരക്ക് സേവന നികുതി GST എന്നാണ് നിലവിൽ വന്നത്? 1 ജൂലൈ 2017. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഏഷ്യ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? കാലൻ സാക്ഷി. കാലൻ സാക്ഷി എഴുതിയിരിക്കുന്നത് സണ്ണിക്കുട്ടി എബ്രഹാമാണ്. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ബി 2 മാത്രം. കോമ്പല്ല് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലാണ് ഉളിപ്പല്ല്. ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ചവർണകവും അഗ്രചവർണകവും. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? പയർ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഇതെല്ലാം പയറിൻ്റെ സങ്കര ഇനങ്ങളാണ്. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. ഇത് ഏത് അപര്യാപ്തത രോഗത്തിൻ്റെ ലക്ഷണമാണ്? കണ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി 2 മാത്രം. ശരിയായ പ്രസ്താവന തിരമാല പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സാണ്. തിരമാലയും സൂര്യനുമൊക്കെ പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സാണ്. കൽക്കരി ഒരു പാരമ്പര്യ ഊർജ്ജസ്രോതസ്സാണ്. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? 2023. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? ആദ്രം. മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. മിക്സി പ്രവർത്തിക്കുന്നത് വൈദ്യുതോർജ്ജം കൊണ്ടാണ്. ആ വൈദ്യുതോർജ്ജം എന്തായി മാറുന്നു? യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവും. മിക്സി പ്രവർത്തിക്കുന്നത് എന്താ? ഒരു യന്ത്രം പ്രവർത്തിക്കുകയാണ്, അതാണ് യാന്ത്രികോർജ്ജം. അതുപോലെ മിക്സി പ്രവർത്തിക്കുമ്പോൾ നല്ല ശബ്ദം ഉണ്ടാകാറുണ്ടല്ലോ, അപ്പോൾ ശബ്ദോർജ്ജം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വൈദ്യുതോർജ്ജം എന്തൊക്കെയായിട്ട് മാറുന്നു? യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. അതാണ് അതിൻ്റെ തത്വം. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏത്? കോൺവെക്സ് ലെൻസ്. ദോലന ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ജയന്റ് വീലിൻ്റെ ചലനം.
ജയന്റ് വീലിൻ്റെ ചലനം വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ദോലന ചലനത്തിന് ഉദാഹരണങ്ങളാണ് ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം, ഊഞ്ഞാലിൻ്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ടൈറ്റാനിയം. ബാക്കിയുള്ള 3 അതായത് മെൻഡലീവിയം, റൂദർഫോർഡിയം, ക്യൂറിയം, ഇതൊക്കെ ഓരോ സയൻറ്റിസ്റ്റിൻ്റെ പേരിൽ നിന്നും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ടൈറ്റാനിയമാണ് കൂട്ടത്തിൽ പെടാത്തത്. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2, 3 ശരി. ശരിയായ പ്രസ്താവനകൾ: കണികകളുടെ ഊർജം കൂടുന്നു, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. കണികകളുടെ ചലനം കൂടുകയാണ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60S ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളാണ്: ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ഛിന്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് ഒരു വൈറസ് രോഗമാണ്. ക്ഷയം, എലിപ്പനി, ഡിഫ്തീരിയ ഇത് 3 ബാക്ടീരിയ രോഗങ്ങളാണ്. നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏത്? വവ്വാൽ. ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഡയബറ്റിസ് മെലിറ്റസ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന മൂലകം ഇരുമ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് എന്ത്? സ്പിഗ്മോമാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഏത്? പ്രമേഹം. രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ളവയാണ് അതിക്ലിറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റിനെ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേര് എന്ത്? WIFS. WIFSൻ്റെ പൂർണ്ണരൂപം വീക്കിലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ. ഇത് നൽകുന്നത് അനീമിയ ഇല്ലാതാക്കാനായിട്ടാണ്. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്ത്? ബാലമിത്ര. കുട്ടികളെന്ന് പറയുമ്പോൾ ബാലന്മാരാണല്ലോ, അപ്പോൾ അത് ബാലമിത്ര. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ. എയ്ഡ്സ് രോഗം പകരുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക്, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്? ക്യാപ്റ്റൻ ഗീതിക കൗൾ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത്? കൊൽക്കത്ത. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? തുടങ്ങനാട്. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28%. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ആൻസറും പറഞ്ഞു പോവാണ്. 81 ഓപ്ഷൻ എ 217, 82 ഓപ്ഷൻ ബി 36, 83 ബി 13-ൽ 8, 84 സി 0.007547, 85 ഓപ്ഷൻ ഡി 1-ഉം 4-ൽ 1, 86 ഓപ്ഷൻ എ 80, 87 ഓപ്ഷൻ എ 500, 88 ഓപ്ഷൻ ഡി 1 മണിക്കൂർ 50 മിനിറ്റ്, 89 ഓപ്ഷൻ ബി 632.13, 90 ഓപ്ഷൻ സി 25, 91 ഓപ്ഷൻ സി 7, 92 ഓപ്ഷൻ ബി 28, 93 ഓപ്ഷൻ സി 27, 94 ഓപ്ഷൻ ഡി 5, 11, 17, 22, 95 ഓപ്ഷൻ ബി 3, 1, 2, 4, 96 ഓപ്ഷൻ സി 51,
97 ഓപ്ഷൻ സി 25, 98 ഓപ്ഷൻ എ 130 മീറ്റർ, 99 ഓപ്ഷൻ ബി 0, 100 ഓപ്ഷൻ എ 366. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്